ഹലോ ഫ്രണ്ട്സ്, ഇത് ആലപ്പുഴ കുട്ടനാട്ടിലെ ഒരു സൂര്യോദയം. ആലപ്പുഴ കുട്ടനാട്ടിലെ ഈ ഇടവഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് കുട്ടനാടൻ കായലിൻ്റെ കാഴ്ചയും റിസോർട്ടുകളുമൊക്കെ കണ്ടു നടന്ന ആലപ്പുഴ കുട്ടനാടുകാരുടെ സ്വപ്നങ്ങളിൽ ഒന്നാണ് മധ്യകേരളത്തിൽ നിന്നും പശ്ചിമഘട്ട മലനിരകളിലേക്ക് ഒരു യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമായ കുട്ടനാട്ടിൽ നിന്നുമാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. വെറുതെ വണ്ടിയിലിരുന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്കും കാണാം. ഞങ്ങളോടൊപ്പം പോരുക. 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ മലനിരകളും ഘോരവനങ്ങളും കാട്ടാറുകളും കാട്ടാനകളും വസിക്കുന്ന ഈ സ്വർഗീയ ഭൂമിയിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അല്പസമയം മാത്രമുള്ള ഈ മനോഹര കാഴ്ച നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണുക. അതിരപ്പള്ളിയിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു ചെറു ഗ്രാമമാണ് മലക്കപ്പാറ. അതിന് മറ്റൊരു പേരുമുണ്ട്, മാലാഖപ്പാറ എന്നും പറയും. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ ഉയരത്തിലാണ് ഈ ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. സ്വർഗം എന്ന സങ്കല്പം മറ്റെവിടെയൊക്കെയാണെന്നാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഭൂമി. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണെന്ന് കാണിച്ചു തരുന്ന പ്രകൃതിയുടെ ഒരു മഹാ അത്ഭുതം. മലക്കപ്പാറ കഴിഞ്ഞാൽ അടുത്തത് വാൽപ്പാറ. തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിലാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനും അടങ്ങുന്നതാണ് വാൽപ്പാറ. ഇതിൻ്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി അഥവാ 1100 മീറ്റർ ഉയരമാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ആനമലൈ കുന്നുകളിലാണിത്. ഇതുകൂടാതെ വിവിധയിനം സസ്യജന്തു പക്ഷികൾ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദേശം. ഇവിടുത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ്. ഈ വനഭൂമിയിൽ ആന, പുലി, കടുവ ഉൾപ്പെടെയുള്ള മറ്റു മൃഗാദികൾ ഉള്ളതിനാൽ വനത്തിനുള്ളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് നിങ്ങൾ വനത്തിനുള്ളിൽ പ്രവേശിക്കാതിരിക്കുക. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് കാണിച്ച് ബോർഡുകൾ കാണാം. അവിടെ വാഹനങ്ങൾ നിർത്തരുത്. മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഷോളയാർ ഡാമാണിത്. മഴയുടെ അഭാവത്താൽ ഡാമിൽ വെള്ളം വളരെ കുറവായിരുന്നു. ഡാം തുറന്നുവിടുമ്പോൾ വെള്ളം പോകുന്ന ചാലാണ് ഈ കാണുന്നത്. ഈ പാലത്തിനടിയിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഡാം കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ യാത്രയായി. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ തേയില ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയായതിനാൽ ഇവിടെ താമസിക്കുന്നത് മൊത്തം തോട്ടം തൊഴിലാളികളാണ്. അവരുടെ വീടുകളാണ് ഈ കാണുന്നത്. ചില സമയങ്ങളിൽ ആനകളുടെ ശല്യവും ഇവർക്ക് നേരിടേണ്ടി വരും. ഈ വാൽപ്പാറ എസ്റ്റേറ്റിലെ ഒരു ട്രാക്ടറാണ് നമ്മൾ കണ്ടത്. ആഴിയാറിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള റോഡിൽ 40 ഹെയർപിൻ വളവുകളുണ്ട്. എപ്പോഴും അപകടം പതിയിരിക്കുന്ന ഈ സുന്ദരമായ പാതയിലൂടെ വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഓടിക്കുക. ഈ വാൽപ്പാറയിലെ ജനസംഖ്യ മൊത്തം 7100 പേരാണ്. വാൽപ്പാറയിൽ വന്നാലേ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ സ്ഥലങ്ങൾ ഒന്ന് ഷോളയാർ ഡാമാണ്, മറ്റൊന്ന് ബാലാജി ക്ഷേത്രം, മറ്റൊന്ന് പഞ്ചഗുഹ വിനായക ക്ഷേത്രം, മങ്കി വെള്ളച്ചാട്ടം, ആളിയാർ അണക്കെട്ട് എന്നിവയാണ് ഇവിടെ പോയാൽ കാണാൻ കഴിയുന്നത്. പക്ഷേ സമയക്കുറവ് മൂലം ഞങ്ങൾ അവിടെ ഒന്നും പോയില്ല കേട്ടോ. പക്ഷേ എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾ പോകുമ്പോൾ ഇവിടെയെല്ലാം പോകണമെന്നാണ് എൻ്റെ അപേക്ഷ. വാൽപ്പാറ കഴിഞ്ഞ് മലയിറങ്ങി നമ്മൾ ചെല്ലുമ്പോൾ നേരെ ചെല്ലുന്നത് പൊള്ളാച്ചിയിലേക്കാണ് കേട്ടോ. പൊള്ളാച്ചി അല്ലെങ്കിൽ ഉദുമൽപേട്ടയിൽ ചെല്ലാം. നിങ്ങൾ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ പൊള്ളാച്ചിയിൽ ചെന്ന് പോകുന്നതായിരിക്കും ഉചിതം. അല്ലെങ്കിൽ പഴനി ഭാഗത്തേക്കാണെങ്കിൽ ഉദുമൽപേട്ടയിൽ ചെന്ന് പോകുന്നതായിരിക്കും എളുപ്പവഴി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.